മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ ന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദ്വിതീയ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായം. നമ്മളിപ്പോ 20ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചു. അപ്പോൾ അത് ചുരുക്കി ആദ്യത്തെ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ പരീക്ഷിത്ത് 4ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടായത്, ഈ സൃഷ്ടിയുടെ അവസ്ഥയൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയുമ്പോഴാണ് പറയുന്നത് ഇതേ ചോദ്യം തന്നെ നാരദ മഹർഷി ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. ആ ബ്രഹ്മനാരദ സംവാദം പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് 5ാമത്തെ അധ്യായം ബ്രഹ്മനാരദ സംവാദത്തിലൂടെ സൃഷ്ടിയെ കാണിച്ചു തരുന്നത്. അവിടെ ആദ്യത്തെ 9 ശ്ലോകങ്ങള് യഥാർത്ഥത്തിൽ നാരദ മഹർഷിയുടെ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ സംശയങ്ങളാണ് അവിടെ പറയുന്നത്. 8 ശ്ലോകങ്ങളിലൂടെ ചോദ്യങ്ങൾ. സ്രഷ്ടാവായിട്ടുള്ള ദേവന്മാർക്കും ദേവനായിട്ടുള്ള അല്ലയോ ബ്രഹ്മാവെ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. എനിക്ക് യഥാർത്ഥമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ എനിക്ക് മനസ്സിലാക്കണം, ആത്മതത്വത്തെ എനിക്ക് അറിയണം. ഇതിന്റെ രൂപം ഏതാണ്, ഇതിന്റെ അധിഷ്ഠാനം എവിടെയാണ്, ഇതൊക്കെ അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒരു കയ്യില് നെല്ലിക്ക ഇരിക്കുമ്പോൾ എങ്ങനെയാണോ അത്ര ലാഘവത്തോടു കൂടി സ്പഷ്ടമായിട്ട് അങ്ങേക്ക് അറിയാം. ഇവിടുത്തെ അല്ലേ സൃഷ്ടി സ്ഥിതി സംഹാരാദികളൊക്കെ നടത്തുന്ന അങ്ങേക്ക്. പക്ഷെ എന്നിട്ടും അങ്ങ് ഏകാഗ്രമായിട്ട് തപസ് ചെയ്യുന്നു. എന്തേ? അങ്ങയുടെ മുകളിലൊരു ശക്തി ഉണ്ടോ? അപ്പം അങ്ങ് ഇവിടെ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും ആധാരം ആയിട്ടുള്ളത് എന്താണ്, അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇതുവരെ അങ്ങേക്ക് മുകളിൽ ഒരാളുണ്ടെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങല്ലാതെ മറ്റൊരു ശക്തി ഉണ്ടെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. നാഹം വേദ പരം ഹ്യസ്മിൻ നാപരം ന സമം വിഭോ. അതുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ഈ സംശയത്തെ അങ്ങ് തീർത്തു തരണം എന്ന് അവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വിസ്തരിച്ച് എനിക്ക് പറഞ്ഞു തരണം. അവിടെ വിളിക്കുന്നുണ്ട് സകലേശ്വര, സർവജ്ഞ, എല്ലാം അറിയുന്നവനെ. ഈശ്വരന്റെ വിശേഷണങ്ങളാണ് ബ്രഹ്മാവിന് മുഴുവൻ അവിടെ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാം വേണ്ട പോലെ അങ്ങ് എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് ആദ്യം തന്നെ എന്ത് ചെയ്തു? ചോദ്യത്തെ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ അനുമോദിക്കുന്നു. ആ നാരദൻ എന്നുള്ളത് ബ്രഹ്മാവിന്റെ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മകൻ എന്നുള്ളതോ അല്ലെങ്കിൽ അവിടെ ഒന്നും ബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ല അവിടെ. അപ്പൊ ചിലപ്പം അങ്ങെന്ന് വിളിക്കും, ബ്രഹ്മൻ എന്ന് വിളിക്കും,
പിന്നെയോ ചിലപ്പോൾ പുത്ര എന്ന് വിളിക്കും, എല്ലാം ഓരോ രീതിയിൽ വിളിക്കും. ഇവിടെ പറഞ്ഞു എന്തായാലും അങ്ങയുടെ ഈ ചോദ്യം എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം എന്താണ്, ആ സമയത്തും കൂടി എൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ എനിക്ക് സാധ്യമായി. അങ്ങിപ്പോ ചോദിച്ചുകൊണ്ട് എനിക്ക് ആ ഈശ്വരനെ പറഞ്ഞു തരാൻ സാധിക്കും അല്ലേ. അപ്പം അങ്ങ് പറഞ്ഞു ഞാൻ സകലേശ്വരനാണ്, സർവജ്ഞനൊക്കെയാണ്. നാനൃതം തവ തച്ചാപി, അതൊന്നും അസത്യമല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ എൻ്റെ മുകളിൽ ഒരു ശക്തിയുണ്ട്. എന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ജഗദ്ഗുരുവായിട്ട് തോന്നുന്നതാണ് ശരിക്ക്. എന്നിട്ട് അവിടെ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ആ ശക്തിയെ നമസ്കരിക്കാം എന്ന്. തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി. ധീമഹി എന്നുള്ളൊരു വാക്കിന് ശരിക്ക് അത് ഭാവികാലമായിട്ടാണ് പറയേണ്ടതെന്നാ പറയാ. ധീമഹി എന്ന് പറഞ്ഞാൽ ധ്യാനിക്കാം എന്ന് പറയുന്ന പോലെയാണ്. ധ്യാനിക്കുന്നു എന്നല്ല, ശരിക്ക് ധ്യാനിക്കാം. നമുക്ക് ധ്യാനിക്കാം. ആരെ? ആ വാസുദേവനെ. ഇവിടെ എങ്ങനെയാണോ സൂര്യൻ പ്രകാശം പരത്തുന്നത്, അഗ്നി ജ്വലിക്കുന്നത്, ഇതിൻ്റെയൊക്കെ പ്രകാശം, അല്ലെങ്കിൽ ഋക്ഷ ഗ്രഹ താരകാഹ, നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും താരകങ്ങളും ഒക്കെ ഇവിടെ രാത്രികാലങ്ങളിൽ വെളിച്ചം പകർത്തുന്നത് എങ്ങനെയാണോ, വൈദ്യുതി ഇടിമിന്നൽ എങ്ങനെയാണോ ഇവിടെ പ്രകാശം പരത്തുന്നത്, അതൊക്കെ പ്രകാശം പരത്തുന്നു എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവയാണോ പ്രകാശം പരത്തുന്നത്? അല്ല. ഇതിന്റെ സ്രോതസ്, പ്രധാന ഊർജ സ്രോതസ് വേറെ ഒന്നാണ്. അത് ഇതിലൂടെ പല രൂപത്തിലൂടെ ഇങ്ങനെ ആ പ്രകാശം നമ്മളുടെ മുമ്പിലേക്ക് എത്തുന്നു എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾ എന്നെ ജഗൽഗുരുവായിട്ടും സർവജ്ഞനായിട്ടും ഈശ്വരനായിട്ടും ഒക്കെ കാണുന്നത്. ഈ ഞാൻ വെറും ഒരു ഉപാധിയാണ്. എന്നിലൂടെ ഓരോന്നും അവിടെ ഭഗവാൻ തന്നെ സൃഷ്ടിക്കുകയാണ്. അങ്ങനെയുള്ള എന്നിൽ നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നത് ആരാണ്? വിലജ്ജമാനയാ യസ്യ സ്ഥാതുമിക്ഷാപഥേ മുയ അമുയ. മുയ എന്ന് പറഞ്ഞ മായ. ആ യോഗമായയ്ക്ക് ഭഗവാന്റെ മുമ്പിൽ പോലും നിൽക്കാൻ എന്താണ്, ലജ്ജയാണെന്ന് പറയാം. അങ്ങനെ ലജ്ജിച്ചു നിൽക്കുന്ന ആ മായയുടെ അധികാരത്തിലാണ് ഞാനെന്നും എൻ്റേതെന്നും ഒക്കെയുള്ള ഈ കാണുന്ന വസ്തുക്കളിലൊക്കെ നമ്മൾ വിശ്വാസത്തെ ഉറപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഗുരുനാഥനാണെന്നും സർവജ്ഞനാണെന്നും ഈശ്വരനാണെന്നും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ്. അത് എന്തുകൊണ്ടാണ്? ദ്രവ്യം കർമ്മം കാലശ്ച, അവർ പറഞ്ഞു ദ്രവ്യം കർമ്മം കാലം സ്വഭാവം ഒക്കെ നമ്മൾ പറഞ്ഞതാണ് വിസ്തരിച്ച് ആ ജ്വലസ്തുതിയിൽ ഉണ്ടായതുപോലെ തന്നെ അല്ലേ. അതുകൊണ്ട് വാസുദേവാൽ പരം ഒന്നും ഇവിടെ ഇല്ല. എല്ലാം ഭഗവാന്റെ തന്നെ അനന്യ ശക്തിയായിട്ടുള്ള യോഗമായയാണ്. അത് ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ട് നമ്മളെ തോന്നിപ്പിക്കുന്നു. പക്ഷെ നമ്മൾ ഈ മായയെ ജയിച്ചാൽ മാത്രമേ നമുക്ക് ആ ഭഗവാനെ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാരായണ പരാ ദേവ നാരായണ പരാ നാരായണ ദേവ നാരായണാംഗജാഹ. ദേവന്മാര് നാരായണന്റെ അംഗങ്ങളാണ്, അവയവങ്ങളാണ് അല്ലെ. വേദം നാരായണ പരങ്ങളാണ്. ലോകം നാരായണ പ്രീതിക്കുള്ളതാണ്. ലോകം അല്ലെ, യജ്ഞങ്ങൾ നാരായണ പ്രീതിക്കുള്ളതാണ്. പിന്നെയോ ഈ ലോകം എന്ന് പറയുന്നത് നാരായണനിൽ കൽപ്പിതങ്ങളാണ് ലോകം. ഇന്നിങ്ങനെ എല്ലാം നാരായണനോട് ചേർത്ത് പറയുന്നു. നാരം അല്ലെ, എന്താണ് നാരം അയനം യസ്യസ നാരായണ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ പല രീതിയിൽ നാരം എന്നുള്ളതിന് ജ്ഞാനമെന്നും വേദമെന്നും വെള്ളമെന്നും ഒക്കെ അർത്ഥം എടുത്താലും അതെല്ലാം നമ്മൾ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എന്താണ് അല്ലെ, നമ്മളുടെ ആശ്രയസ്ഥാനം, നമ്മളുടെ ആധുനികമായിട്ടുള്ള ഇന്നത്തെ സയൻസ് പ്രകാരം എന്താണ്, നമ്മളുടെ ആവിർഭാവം ജലത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു അല്ലെ. അമ്മയുടെ ഉദരത്തിൽ വെള്ളത്തിലാണ് നമ്മൾ കിടക്കുക. അപ്പം ഇവിടെ 2/3 ജലമാണ്. പ്രപഞ്ചത്തിലും അതുപോലെ ശരീരത്തിലും അതെ. 2/3 ജലമാണ്. അപ്പൊ ആ ജലത്തിൽ ആശ്രയസ്ഥാനം, ഈ അയനം എന്നുള്ളതിന് വാസസ്ഥാനം എന്നുണ്ട്. അപ്പം നാരം അയനം യസ്യസ നാരായണ എന്ന് പറഞ്ഞാല് ജലത്തിൽ വാസസ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ആരാണോ അയാളെ നാരായണൻ എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ എല്ലാത്തിൻ്റെയും ആധാരം എന്നുള്ളത് ആ ഈശ്വരനാണെന്ന് അവിടെ ഉറപ്പിക്കുകയാണ് ശരിക്ക് ചെയ്യുന്നത് അവിടെ. പിന്നീട് അതിന് ശേഷമാണ് അവിടെ നമ്മളിപ്പം അതിനുശേഷം അവിടെ പറഞ്ഞു ഇവിടെ പ്രപഞ്ചം ഈശ്വരമയമാണ്, പൂർണ്ണമായിട്ടും ഈശ്വരനാണ്. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരനല്ലാതെ ഒന്നും തന്നെ, വാസുദേവാൽ പരം ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ള സത്യത്തെ ഉറപ്പിക്കലാണ് യഥാർത്ഥത്തില് ഈ
എന്താണ് നാരായണ ശബ്ദത്തിലൂടെ ഒക്കെ നമ്മളെ കാണിച്ചു തന്നത്. ഇതിനു മുമ്പ് വാസുദേവ ശബ്ദമായിരുന്നു അല്ലെ? പ്രഥമ സ്കന്ധത്തില് നമുക്ക് വാസുദേവ പരാവേദ വാസുദേവ പരാമഖാഹ എന്നൊക്കെ പറഞ്ഞു. അപ്പം സർവസാക്ഷിയും എന്താണ് ഒരിക്കലും നാശമില്ലാത്തവനും ചരാചരങ്ങളുടെയും എന്താണ് ആത്മാവായി വർത്തിക്കുന്നതായിട്ടുള്ള ആ നിന്തിരുവടിയിൽ ഞാൻ ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നാ പറയുന്നത്. ഞാൻ സൃഷ്ടിച്ചു എന്നല്ല. ആരാ സൃഷ്ടിച്ചത് ശരിക്കും? ഭഗവാന്റെ ശക്തി കൊണ്ട് എന്നെ ഒരു ടൂളായിട്ട് ഉപാധിയായിക്കൊണ്ട് ഇവിടെ സൃഷ്ടി നടത്തി എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള അവിടുത്തെ ആ കരുണാകടാക്ഷങ്ങളെ കൊണ്ട് ഞാനിവിടെ ഈ വിശ്വത്തെയൊക്കെ സൃഷ്ടിച്ചു. സൃജാമി സൃഷ്ടോഹം ഈക്ഷയൈവാഭിചോദിത ഈക്ഷയൈവാഭിചോദിതാഹ. അപ്പൊ ഈ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഈ ഞാൻ ആ ഭഗവാന്റെ തൃക്കടാക്ഷത്താൽ പ്രേരിതനായിക്കൊണ്ട് ഞാനിവിടെ സൃഷ്ടി നടത്തി എന്ന് പറയണം. അപ്പം യഥാർത്ഥത്തിൽ ഞാനല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അത് സൃഷ്ടി ഇവിടെ നടന്നു എന്ന് പറയാണ്. പിന്നെയാണ് അവിടെ പറഞ്ഞ സത്വം രജസ്തമീതി നിർഗുണസ്യ ഗുണാശ്രയ. അത് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് ത്രിഗുണങ്ങൾക്കൊക്കെ അതീതനാണെങ്കിൽ പോലും സൃഷ്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോരോ ഗുണങ്ങൾ, രജോ ഗുണത്തെ അവിടുന്ന് സ്വീകരിച്ചു. പിന്നെയോ സ്ഥിതിക്ക് വേണ്ടിയിട്ട് അവിടെ സത്വഗുണത്തെ സ്വീകരിച്ചു. ലയം അല്ലെങ്കിൽ ഭംഗത്തിന് വേണ്ടിയിട്ട് തമോ ഗുണത്തെ അവിടെ ഭഗവാൻ അതിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അതിലൂടെ ആ ഈ ഗുണങ്ങളുടെയൊക്കെ സ്വാധീനം കൊണ്ട് അവിടെ സത്വഗുണം ദേവതകളായി, പിന്നെയോ രജോ ഗുണം ഇന്ദ്രിയങ്ങളായി, തമോ ഗുണം എന്തായി? തമോ ഗുണങ്ങളെ കൊണ്ട് പഞ്ചമഹാഭൂതങ്ങൾ ഒക്കെ ആയിട്ട് പരിണമിച്ചു. അപ്പം യഥാർത്ഥത്തിൽ എന്താണ്? ഭഗവാനായിട്ടുള്ള ആ നിത്യ ചൈതന്യം, നമ്മൾ ജീവൻ എന്നൊക്കെ പറയും അല്ലെ? അപ്പൊ ഈ ജീവനെ ഓരോന്നും വന്ന് ആ യോഗമായ വന്ന് അങ്ങോട്ട് മൂടുകയാണ് ശരിക്കും. എന്തൊക്കെയായിട്ട്? സത്വമായിട്ടും രജസായിട്ടും തമസായിട്ടും 3 ഗുണങ്ങളായിക്കൊണ്ട്. ആ 3 ഗുണങ്ങളും ഓരോരോ തരത്തിലാണ്. ദേവതകളായിക്കൊണ്ടും ഇന്ദ്രിയങ്ങളായിക്കൊണ്ടും പിന്നെ തമസിന്റെ എന്താണ്? തമസിന്റെ അവിടെ മഹാഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളായിക്കൊണ്ട് തമസ്. തമസാണ് പ്രധാനമായിട്ട് വരുന്നത് ശരിക്കും. അങ്ങനെ ആ ഈ രീതിയിൽ ജീവനെ അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യത്തിന് ഇങ്ങനെ ചുറ്റും ഈ ഒരു 3 ആവരണങ്ങൾ വന്നതോടുകൂടി, ഈ 3 ഗുണങ്ങൾ വന്നതോടുകൂടി എന്തായി? അതിനനുസരിച്ച് ഈ ഗുണങ്ങൾക്കനുസരിച്ചുള്ള താപങ്ങളും അവിടെ ഉണ്ടായി. അല്ലെങ്കിൽ അവിടെ 3 തരത്തിലുള്ള ആധിദൈവം അല്ലെ, ആധ്യാത്മം, ആധിഭൂതം, ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള താപത്രയത്തിന് വിധേയനായി എന്ന് പറയാണ്. ഓരോന്നിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സാത്വിക ഗുണത്തിൻ്റെയും ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ മാറ്റങ്ങൾ ജീവനെ പല രീതിയിൽ അതിനെ ബാധിക്കുന്നു. അതിനാണ് ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം, ഇങ്ങനെ 3 തരത്തിലുള്ള താപത്രയങ്ങൾ. എന്നാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അല്ലെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല ഭഗവാനെ. അതാണ് ഇവിടെ പറയുന്നത്, സയേഷ ഭഗവാൻ ലിംഗൈ സ്ത്രിഭിരേഭിരഥോക്ഷജ സ്വലക്ഷിതഗതിർബ്രഹ്മൻ സർവേഷാം മമ ച ഈശ്വര. അപ്പം അവിടെ പറയാണ്, ഈ ഭഗവാനെ നമുക്ക് തിരിച്ചറിയാൻ യാതൊരുവിധ മാർഗവുമില്ല. ഒരേ മാർഗ്ഗമേ ഉള്ളൂ. എന്താണ് മാർഗം? ഈ 3 തരത്തിലുള്ള ഈ ത്രിഗുണങ്ങള്. അപ്പം ഇന്ദ്രിയ ഗോചരനല്ലാത്തതായിട്ടുള്ള ഭഗവാൻ ഈ 3 ഗുണങ്ങളെയും കൂടി സ്വീകരിച്ചത് കൊണ്ട്, അതിനെ ചേർത്ത് നിർത്തിയത് കൊണ്ട് നമുക്ക് ഈ ഗുണാധിഷ്ഠിതമായിട്ടുള്ള നിൽക്കുന്നതുകൊണ്ട് ആ ജീവനെയോ ആ ഈശ്വരനെയോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത് ആവൃതമായിട്ട് നിൽക്കുന്നതുകൊണ്ട്. എന്നാൽ ഈശ്വരൻ എന്താണ്? ഈശ്വരൻ എല്ലാ ചരാചരങ്ങൾക്കും എന്താണ്? നിയന്താതാവാകുന്നു. ഭഗവാൻ സർവേഷാം മമചേശ്വര, എല്ലാത്തിൻ്റെയും നിയന്താതാവ് ഈശ്വരാകുന്നു. എങ്ങനെയാകുന്നു? സ്വലക്ഷിതഗതിർ ബ്രഹ്മൻ സർവേഷാം മമചേശ്വര. സ്വലക്ഷിതഗതി എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് സ്വലക്ഷിതഗതി എന്ന് പറഞ്ഞാല്? സുഷ്ഠു അലക്ഷിത ഗതിഹി സ സ്വലക്ഷിത എന്ന് വേണം പറയാം. 2 രീതിയിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്നാണ്? സുഷ്ഠു അലക്ഷിത
ഗതിഹി യസ്യ സ്വലക്ഷിത എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കും അല്ലെ ആ ലക്ഷ്യത്തെ അല്ലെങ്കിൽ ആ മാർഗത്തെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തതായിട്ടുള്ള എന്തോ അതാണ് ഈശ്വരൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അല്ലെങ്കിലോ, പിന്നെ അല്ലെങ്കിൽ സ്വൈഹി ലക്ഷിതാഹ ഗതിഹി യസ്യ സഹ, യസ്യ സഹ അവൻ അല്ലെങ്കിൽ ഈശ്വരൻ. സ്വൈഹി ലക്ഷിതാഹ ഗതി യസ്യ സഹ സ്വലക്ഷിത. സ്വലക്ഷിത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ സ്വൈഹി എന്ന് പറഞ്ഞാൽ സ്വകീയന്മാർക്ക്, ജ്ഞാനികൾക്ക്, വിവേകബുദ്ധികൾക്ക് വ്യക്തമായിട്ട് അറിയപ്പെടാൻ സാധിക്കുന്നതായിട്ടുള്ള എന്തോ അതാണ് ഈശ്വരൻ. അതാണ് ഇവിടെ സ്വലക്ഷിതഗതി ബ്രഹ്മൻ സർവേഷാം മമചേശ്വര. അപ്പൊ അവിടെ രണ്ട് രീതിയിൽ അന്വയവും വ്യതിരേകവും എന്നൊക്കെ നമ്മൾ അല്ലെ കാര്യകാരണ രൂപേണയൊക്കെ നമ്മൾ സത്യത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയതുപോലെ അവിടെ പറയുകയാണ് ഈ രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ്. ഒന്ന് നെഗറ്റീവായിട്ട് പറയുന്നു, പിന്നെ എന്താണ്, ഒന്ന് പോസിറ്റീവായിട്ട് നേരെ പറയുന്നു അല്ലെ. നല്ല മഴയുള്ളത് കൊണ്ട് കൃഷി വേണ്ട പോലെ ഉണ്ടായി, മഴയില്ലായിരുന്നെങ്കിൽ കൃഷി വേണ്ട പോലെ ആകില്ലായിരുന്നു. രണ്ടിന്റെയും അല്ലെ, രണ്ടിന്റെ അർത്ഥം ഒരുപോലെയാണ് ശരിക്കും അല്ലെ. നല്ല രീതിയിൽ മഴ പെയ്തത് കൊണ്ട് കൃഷി ഗംഭീരമായിട്ട് ഉണ്ടായി, നടന്നു. നല്ല മഴ പെയ്തില്ലായിരുന്നു എങ്കിൽ കൃഷി വേണ്ട പോലെ ആകില്ലായിരുന്നു. നിഷേധാത്മകമായിട്ട് അവിടെ പറയുകയാണ്. ഇതാണ് അന്വയം വ്യതിരേകം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ രണ്ട് രീതി നോക്കുകയാണെങ്കിലും അർത്ഥം ഒന്ന് തന്നെയാണ് അവിടെ അല്ലെ. നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നെങ്കിൽ കൃഷി നന്നായിരുന്നു, നല്ല രീതിയിൽ മഴയില്ലായിരുന്നെങ്കിൽ കൃഷി മോശമായേനെ. അത് നെഗറ്റീവായിട്ട് പറയുന്ന ഒരു രീതിയാണ്. ഇതാണ് വ്യതിരേകം, അന്വയ വ്യതിരേകം എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ സ്വകീയമായിട്ടുള്ള ഭഗവാന് അല്ലെങ്കിൽ ആ ജ്ഞാനികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തോ അത് ഈശ്വരൻ. പിന്നെയോ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തോ അതും ഈശ്വരൻ. അതും ഈശ്വരൻ എന്ന് അവിടെ പറയുന്നു. അപ്പൊ അതാണ് അവിടെ സ്വലക്ഷിത എന്നുള്ള ഒരു രീതി അവിടെ കാണിച്ചത്. പിന്നെ അവിടെ പറഞ്ഞെന്താണ്? ലിംഗൈ ത്രിഭിരേഭിരഥോക്ഷൈഹി. ലിംഗൈഹി, ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം. ഈ അടയാളം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ അറിയാൻ സാധിക്കുന്നത്. ഏതാ അടയാളങ്ങള്? ഈ മൂന്ന് ഗുണങ്ങള്. ഈ മൂന്ന് ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളെ മനസ്സിലാക്കിക്കൊണ്ടേ ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. 21-ാമത്തെ ശ്ലോകം. കാലം കർമ്മ സ്വഭാവം ച മായേശോ മായയാ സ്വയാ ആത്മന്യദൃച്ഛയാ പ്രാപ്തം വിബുഭൂഷുരുപാദതേ. കാലം കർമ്മ സ്വഭാവം ച മായേശോ മായയാ സ്വയാ ആത്മന്യദൃച്ഛയാ പ്രാപ്തം വിബുഭുഷുരുപാദതേ. അതിന്റെ പദം നമുക്ക് നോക്കാം. കാലം കർമ്മ സ്വഭാവം ച മായേശഃ. മായേശഃ, മായേശോ എന്നുള്ളത് മായേശഃ മായയ സ്വയാ ആത്മനി യദൃച്ഛയ. അതാണ് ആത്മന്യദൃച്ഛയ. ആത്മനി യദൃച്ഛയ പ്രാപ്തം വിബുഭൂഷു ഉപാദതേ. വിബുഭുഷു ഉപാദതേ. അപ്പം അതിന്റെ അന്വയം നോക്കാം. വിബുഭുഷു മായേശഃ ആത്മൻ യദൃച്ഛയാ പ്രാപ്തം സ്വയാ മായയാ കാലം കർമ്മ സ്വഭാവം ച ഉപാദതേ എന്ന് പറയുന്നു. വിബുഭൂഷു എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ തരത്തിലുള്ള വൈവിധ്യമാർന്നതായിട്ടുള്ള രീതിയിൽ പ്രപഞ്ചത്തെ ഇച്ഛിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിവിധങ്ങളായിക്കൊണ്ട്, വിവിധങ്ങളാകാൻ ഇച്ഛിച്ചുകൊണ്ട്, പലതാകാൻ വേണ്ടിയിട്ട് ഇച്ഛിച്ചുകൊണ്ട് മായേശഃ
മായന്റെ അധിപനായിട്ടുള്ള ആരാണ്? ഈശ്വരൻ അല്ലെ? മായാധിപനായിട്ടുള്ള ഭഗവാൻ എന്താണ്? ആത്മൻ യദൃച്ഛയാ പ്രാപ്തം. ആത്മൻ യദൃച്ഛയാ പ്രാപ്തം, അതായത് തന്നിൽ യാദൃച്ഛികമായിട്ട് വന്നു ചേർന്ന, ഭഗവാനില് യാദൃച്ഛികമായിട്ട് വന്നു ചേർന്ന ത്വയാ മായയാ, തൻ്റെ മായയെ കൊണ്ട് കാലം കർമ്മ സ്വഭാവം, കാലത്തെയും പിന്നെ കർമ്മത്തെയും സ്വഭാവത്തെയും ഒക്കെ അവിടെ സ്വീകരിച്ചു എന്ന് അവിടെ പറയുന്നു. അപ്പം എന്താണ് അവിടെ പറയുന്നത്? മായയുടെ അധിപനായിട്ടുള്ള ഈശ്വരൻ മായാശക്തി കൊണ്ട് തന്നെ സ്വയാ മായാശക്തി കൊണ്ട് തന്നെ വിവിധ രൂപങ്ങൾ ഇവിടെ കൈക്കൊള്ളുവാൻ ഇച്ഛിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന കാര്യമാണ് പറയുന്നത്. പ്രപഞ്ച സൃഷ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം ഭഗവാൻ തന്നെയാണെങ്കിൽ ഭഗവാൻ ഒറ്റ രൂപം പോലെ അല്ലേ? അപ്പൊ ആ രൂപങ്ങളെയൊക്കെ പലതായിട്ട് സൃഷ്ടിക്കാൻ ഒരാഗ്രഹം അല്ലേ? അത് പലതായിട്ട് സൃഷ്ടിക്കാൻ ഒരാഗ്രഹം. എന്നിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്തു? കാലം കർമ്മം സ്വഭാവം, ഈ 3 അവസ്ഥകളെ അവിടുന്ന് സ്വീകരിച്ചു എന്ന് പറയാണ്. കാലം കർമ്മം സ്വഭാവം, ഇങ്ങനെ 3 അവസ്ഥകളെ സ്വീകരിച്ചു. അങ്ങനെ അപ്പം ഇനി എന്താണ് ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ? സ്വഭാവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പ്രകൃതി എന്ന് വേണേൽ പറയാം. സ്വഭാവത്തിന്റെ വേറൊരു പേര് പ്രകൃതി എന്നാണ് പറയുക. എന്നുവെച്ചാൽ ഈ കാലം കൊണ്ടും കർമ്മം കൊണ്ടും ഉണ്ടായതായിട്ടുള്ള മാറ്റം അല്ലേ? നമ്മളുടെ ഉള്ളിലെ 3 ഗുണങ്ങൾക്ക് അനുസരിച്ച് നമ്മളുടെ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് നമ്മളുടെ ഭാവത്തിന് മാറ്റം വരുന്നത്. അതാണ് സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം സ്വഭാവം ശരിക്കും 3ാമത്തെ ഔട്ട്പുട്ടാണ്. ശരിക്കും 3ാമത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വഭാവത്തിന് കാരണമായിട്ടുള്ളത് നമ്മളുടെ ഉള്ളിലുള്ള 3 ഗുണങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ചലനങ്ങളാണ്, കർമ്മമാണ് യഥാർത്ഥത്തിൽ ഈ സ്വഭാവത്തിന് കാരണമാകുന്നത്. അപ്പൊ സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്ന് പറയാം, പ്രപഞ്ചം എന്ന് പറയാം. പിന്നെയോ കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും കാലം എന്ന് പറഞ്ഞാൽ ഈ 3 ഗുണങ്ങളുടെയും ക്ഷോഭം സംഭവിക്കുമ്പോൾ, ഈ 3 ഗുണങ്ങൾ, സത്വഗുണം രജോ ഗുണം തമോ ഗുണം, ഈ 3 ഗുണങ്ങൾക്ക് അതിന് ക്ഷോഭം സംഭവിക്കുമ്പോൾ എന്താണ്? ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, പരിണാമം ഉണ്ടാകുന്നു. അതാണ് യഥാർത്ഥത്തിൽ കാലം അല്ലെ? പാല് തൈരായിട്ട് മാറുക, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ, ഡ്യൂറേഷൻ ഓഫ് ടൈം. ആ ഡ്യൂറേഷൻ കൊണ്ടാണ് ഇതിന്റെ ഓരോന്നിന്റെയും രീതി അല്ലെങ്കിൽ അതിന്റെ ഇതിന് മാറ്റം, പരിണാമങ്ങൾ ഉണ്ടാകുന്നത്. ഇതാണ് കാലം. അപ്പം ഈ കാലമാണ് യഥാർത്ഥത്തിൽ പ്രകൃതിക്ക് കാരണമായി മാറുന്നത്, കാലം ആണെന്ന് പറയാം. ഇനി അതിനു മുമ്പോ കർമ്മം അല്ലെ? കർമ്മം എങ്ങനെയാണ് മാറുന്നത്? കർമ്മം എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ചലനങ്ങൾക്ക് മാറ്റം ഉണ്ടാകുക. എപ്പോഴാണ് ഈ ചലനങ്ങൾക്ക് മാറ്റം ഉണ്ടാകുക? കാലം മാറുമ്പോൾ, കാലത്തിനനുസരിച്ച് ഗുണങ്ങൾക്ക് മാറ്റം വരുന്നതിനനുസരിച്ച് ആ ഗുണത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളുടെ ഉള്ളിൽ ചലനങ്ങൾ സംഭവിക്കുകയാണ്. എന്നുവെച്ചാൽ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണവും, രജോ ഗുണത്തിൽ നിന്ന് സാത്വിക ഗുണവും, ഇതെല്ലാം 3ഉം ശരിക്കും ഒരേ സമമായിട്ട് നിൽക്കുകയാണ് ശരിക്കും. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമുക്ക് ചലനങ്ങൾ സൃഷ്ടിക്കുന്നത് ഇവിടെ. ആ ചലനങ്ങളുടെ ഒരു എന്താണ് ബാക്കി പത്രമാണ് സ്വഭാവം എന്ന പ്രകൃതിയിലേക്ക് എത്തുന്നത്. ഇങ്ങനെയാണ് മാറ്റങ്ങൾ, മായാസൃഷ്ടമായിട്ടുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത് അതാണ്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കർമ്മമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ അടുത്ത ജന്മത്തിന് കാരണം, ജീവിതാനുഭവങ്ങൾക്കൊക്കെ ഉള്ള ഒരു മൂല കാരണം എന്നുള്ളത് കർമ്മം ആണ് എന്ന് പറയും. അതിന് അതായത് ഈ എന്താ പറയാ, ഈ ഓരോന്നിൻ്റെയും 3 അവസ്ഥകളില്ലേ, ഉൽപ്പത്തി സ്ഥിതി ലയം എന്ന് പറയുകയല്ലേ? ഇതിന് കാരണമാകുന്നത് ഒരു ജീവന് ഇനി ഒരു ജന്മം ആവശ്യമുണ്ട്. അയാളുടെ ജന്മവും അയാളുടെ സ്ഥിതിയും അയാളുടെ നാശവും ഒക്കെ നിശ്ചയിക്കുന്നത് എന്താണ്? അയാളുടെ ഈ ചലനത്തിന്റെ അല്ലെങ്കിൽ കർമ്മത്തിന് ആണെന്ന് അവിടെ പറയും. അതിനാണ് അദൃഷ്ടം, അത് നമുക്ക് അദൃഷ്ടമാണ്, അതിന് അപൂർവം അദൃഷ്ടം എന്നൊക്കെ പറയും.
ആ ആ ഒരു മാറ്റത്തിന്. അപ്പൊ കർമ്മത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ അടുത്ത ജന്മത്തിന് കാരണമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ കാലം കർമ്മ സ്വഭാവം ച മായേശോ മായയാ സ്വയ ആത്മന്യദൃച്ഛയാ പ്രവൃത്തം വിബുഭൂഷുരുപാദതേ. അപ്പം ഈ ഭഗവാൻ തന്നെ തൻ്റെ ഒരു ആഗ്രഹം, ഈ പ്രപഞ്ചം എന്നുള്ളത് വൈവിധ്യമായിട്ട് പല തരത്തിലായിട്ട് മാറണം എന്നുള്ളൊരു രീതി. അതിനി എത്രയായാലും നമ്മൾ ശരിക്കും എന്താണ്, ആ വൈവിധ്യമായതായിട്ടുള്ള അതിൽ ഒരാളാണ് നമ്മൾ. നമുക്കൊന്നും അതിനകത്ത് ഭഗവാനോടൊന്നും ചെന്ന് ഇത് പറയാൻ പറ്റിയല്ല അതിനകത്ത്, അല്ലെ? ഇങ്ങനെ വിവിധമായിട്ടുള്ള ഇത് നിശ്ചയിക്കുന്നത്. അതിന് നല്ലൊരു ഉദാഹരണം പറഞ്ഞാല് നോവലിലെ കഥാപാത്രങ്ങൾ ചെന്ന്, അല്ലെ, ഈ ആരോടാ, എഴുത്തുകാരനോട് ചെന്ന് പറയുകയാണ്, കഥാപാത്രങ്ങൾ ചെന്ന് പറയുകയാണ് എനിക്ക് അത് പറ്റില്ല, എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കും അവിടെ? അവിടെ എന്താണ്, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ആ എഴുത്തുകാരനുണ്ട്. അതുപോലെയാണ് ഈ ഈശ്വരന്റെ അവസ്ഥ ഇവിടെ, അല്ലെ? രാമായണത്തിലെ സീത എന്ന് പറയാണ് എനിക്ക്, അല്ലെ, രാമനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അഗ്നിപരീക്ഷണം ചെയ്യാൻ മേല എന്നൊന്നും, അല്ലെ, വാത്മീകിയോട് ചെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതൊക്കെ എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യമാണ് ആ അതില്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ നിയന്ത്രാതാവായിട്ടുള്ള ഈശ്വരന്റെ സ്വാതന്ത്ര്യം, ഈശ്വരൻ ഒന്ന് വിചാരിക്കുകയാണ്, ഒന്ന് മോഹിക്കുന്നു. അതാണ് പറയുന്നത്, വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങൾ ഇവിടെ ഉണ്ടാകുവാനുണ്ട്. ഈശ്വരൻ മോഹിക്കുമ്പോൾ അത് ഇന്ന കാരണങ്ങളെ കൊണ്ടത് മാറ്റങ്ങൾ സംഭവിക്കുന്നു. കാലം കർമ്മ സ്വഭാവം ച. അപ്പൊ അതാണ് അവിടെ മായയുടെ അധിപനായിട്ടുള്ള ഈശ്വരൻ മായാശക്തി കൊണ്ട് വിവിധ രൂപങ്ങൾ കൈക്കൊള്ളുവാൻ ആഗ്രഹിക്കുമ്പോൾ യാതൊരുവിധ പ്രയത്നവും കൂടാതെ ഈ കാലകർമ്മ സ്വഭാവങ്ങള് എന്നീ മൂന്നവസ്ഥകൾ തന്നിലേക്ക് എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ താൻ സ്വീകരിക്കുന്നു. എന്നിട്ടോ ഈ കാലത്തിന്റെ ഫലമായിക്കൊണ്ട് ഇനി അതാണ് എങ്ങനെയാണ് ഇനി ഇതെല്ലാം മാറ്റങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത് എന്നുള്ളതാണ് ഇനി അടുത്ത ശ്ലോകം 20. കാലാത് ഗുണവ്യതികര പരിണാമ സ്വഭാവത കർമ്മണോ ജന്മമഹത പുരുഷാധിഷ്ഠിതാദഭൂൽ. അതിന്റെ പദം നമുക്ക് നോക്കാം. കാലാത് ഗുണവ്യതികര പരിണാമ സ്വഭാവത കർമ്മണഃ ജന്മ മഹതഃ പുരുഷാധിഷ്ഠിതാത് അഭൂൽ, അല്ലെ? പുരുഷാധിഷ്ഠിതാത് അഭൂൽ, അങ്ങനെയാണ് അതിന്റെ പദം വരുന്നത്. ഇനി അതിന്റെ അന്വയം നോക്കാം. പുരുഷാധിഷ്ഠിതാത് കാലാത് ഗുണവ്യതികരഃ സ്വഭാവതഃ പരിണാമഃ കർമ്മണഃ മഹതഃ ജന്മ അഭൂൽ. ഇതാണ് അതിന്റെ അന്വയം വരുന്നത്. പുരുഷാധിഷ്ഠിതാത് എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷനിൽ അധിഷ്ഠിതമായിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ട് ഈശ്വരനാൽ, അല്ലെ, ഈശ്വര പ്രേരിതമായിട്ട് കാലത്തിന്റെ എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ പഞ്ചമിയാണ് കാലാത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, കാലത്തിന്റെ സ്വാധീനത്താൽ, അല്ലെങ്കിൽ കാലത്തിനെ കൊണ്ട് എന്ന് വേണം പറയാം, അല്ലെ? അപ്പം കാലത്തിന്റെ സ്വാധീനത്താൽ എന്താണ്, ഗുണവ്യതികരഹ, ഗുണവിച്ഛേദങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഗുണവിച്ഛേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രജോ ഗുണവും തമോ ഗുണവും സാത്വിക ഗുണങ്ങളും ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നു. അത് സമമായിട്ടിരിക്കുമ്പം ഇത് കുഴപ്പമില്ല. പക്ഷെ ഇത് ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോ എന്തായി? അതിന് വിവിധമായിട്ടുള്ള വ്യത്യാസങ്ങൾ അവിടെ വരുന്നു. കാലാ ഗുണവ്യതികര. അപ്പം കാലത്തിൽ നിന്നും, ഈ ഡ്യൂറേഷനിൽ നിന്നും എന്താണ്, ഒരു സമയത്ത് നിന്ന് മറ്റൊരു സമയം വരെയുള്ള ആ ഒരു കാലത്തിൽ നിന്നും എന്താണ്, ദ്രവ്യത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? അതിന്റെ തമോ ഗുണവും രജോ ഗുണവും സാത്വിക ഗുണവും വ്യത്യാസപ്പെട്ട് വരുമ്പോൾ അതിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നു, അല്ലെ? തലേ ദിവസം നമ്മൾ 7 മണിക്ക് വെച്ച് സാമ്പാർ പിറ്റേ ദിവസം ആകുമ്പം നമുക്ക് കൂട്ടാൻ സാധിക്കുമോ? പിറ്റേ ദിവസം 7 മണിയാകുമ്പോഴത്തേക്കും അയ്യേ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റും, അല്ലെ? അപ്പം അത് സാത്വിക ഗുണത്തിൽ നിന്നും അത് തമോ ഗുണത്തിലേക്ക് എത്തുകയാണ് അവിടെ എന്ന് പറഞ്ഞ പോലെ ആ മാറ്റമാണ് കാലത്തിൽ നിന്നുള്ള കാലാത് ഗുണവ്യതികര. അപ്പം
കാലത്തിന്റെ സ്വാധീനത്താൽ ഗുണങ്ങൾക്ക് ക്ഷോഭം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഗുണം കുറഞ്ഞു വരുന്നു. അങ്ങനെ അത് സ്വഭാവത പരിണാമ. പിന്നെയോ സ്വഭാവത്തിൽ നിന്നും എന്താണ് പരിണാമ. ഇനി ഈ സാത്വിക ഗുണം ഏറി നിൽക്കുന്ന സ്വഭാവമല്ല തമോ ഗുണം ഏറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത്. അല്ലേ? അത് നമുക്കൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ? രജോ ഗുണവും തമോ ഗുണവും ഏറി നിൽക്കുമ്പം അയാളുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നു. അപ്പം ഈ സ്വഭാവത്തിൽ നിന്നും പദാർത്ഥങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കാലത്തിൽ നിന്നും ഗുണങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നത് പോലെ സ്വഭാവത പരിണാമ എന്ന സ്വഭാവത്തിനനുസരിച്ച് ദ്രവ്യത്തിന് മാറ്റം ഉണ്ടാകുന്നു. പിന്നെ പറയുന്നു കർമ്മണോ ജന്മമഹത പുരുഷാധിഷ്ഠിതാദഭൂൽ. അങ്ങനെ ഈ ഈശ്വര പ്രേരിതമായിക്കൊണ്ട് തന്നെ കർമ്മത്തിൽ നിന്ന് അവിടെ മഹതഃ ജന്മ അഭൂത്. ജന്മഹ എന്നില്ല, ജന്മ അത് ക്രിയാപദമാണ്. ജന്മ അഭൂത്, അവിടെ ആവിർഭാവവും ഉണ്ടെന്ന്. കർമ്മത്തിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി എന്ന് പറയാണ്. സാഖ്യയോഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ പലതരത്തിലുള്ള ശാസ്ത്രീയ നാമങ്ങളൊക്കെ. അതൊന്നും കേട്ട് നമ്മൾ പ്രത്യേകിച്ച് അത്ഭുതപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ മഹത്തത്വം ഉണ്ടായി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണമാണ് ശരിക്ക്. വലിയൊരു കാരണം, വലിയ ഒരു കാരണം നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാല് അതാണ് ശരിക്ക്. അപ്പൊ ഈ മഹത്തത്വത്തിന് കാരണം എന്താണ് ശരിക്ക്? നമ്മളുടെ കർമ്മമാണ് യഥാർത്ഥത്തിൽ. നേരത്തെ പറഞ്ഞ പോലെ ജീവിതാനുഭവങ്ങളുടെ കാരണം നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ചലനങ്ങളാണ് എന്ന് പറയണം. അപ്പം കർമ്മമാണ് യഥാർത്ഥത്തിൽ ഈ മഹത്തത്വത്തിന് കാരണമായിട്ട് വരുന്നത്. മനസ്സിലായി? അപ്പം കാലത്തിൽ നിന്നും ഗുണത്തിന് ക്ഷോഭമുണ്ടാകുന്നു. ഗുണത്തിന് ക്ഷോഭമുണ്ടാകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് എന്തായി? അവിടെ സ്വഭാവത്തിന് മാറ്റം വരുന്നു. ഈ സ്വഭാവത്തിന്റെ മാറ്റങ്ങള് അതിനനുസരിച്ച് കർമ്മം നമുക്ക് കർമ്മം അവിടെ ഉണ്ടാകുന്നു. ഈ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴാണ്? കാലം ആണ്. കാലത്തിനനുസരിച്ച് എന്താണ്? ഗുണത്തിന് ക്ഷോഭം ഉണ്ടാകുന്നു. ഈ ഗുണക്ഷോഭത്തിനനുസരിച്ച് ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. അതാണ് കർമ്മം. ഈ കർമ്മത്തിന്റെ അവസാന ഭാഗമാണ് സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വഭാവത്തിന്റെ പരിണാമം എന്നുള്ളത് കർമ്മത്തിന്റെ ആ ചലനങ്ങൾക്ക് കാരണമായതുകൊണ്ടാണ്. അല്ലെ? നമ്മൾ എന്താ പറയുന്നത്? ഇപ്പൊ പാല് തൈരായിട്ട് മാറുന്നു. അവിടെ ബാക്ടീരിയ പ്രവർത്തിച്ച് ആ ഒരു രസതന്ത്രത്തിലൂടെ അല്ലെങ്കിൽ രസമൂലകങ്ങളുടെ യോജിപ്പിലൂടെ അതിന്റെ ഭാഷ മാറി 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 വരുന്നു. അതാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഈ മാറ്റമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇനി അടുത്ത ജന്മത്തിന് കാരണം എന്നുള്ളത് പറഞ്ഞു. കാരണം എന്താണ്? ഈ മാറ്റങ്ങൾ എന്തിന്റെ അടിസ്ഥാനം കൊണ്ടാണ്? ഗുണങ്ങളുടെ അടിസ്ഥാനമാണ്. ഗുണങ്ങൾക്ക് ക്ഷോഭം സംഭവിക്കുമ്പോഴാണ് ഈ കർമ്മത്തിന് കാരണമാകുന്നത്. ഈ കർമ്മം പിന്നീട് സ്വഭാവത്തിന്റെ പരിണാമത്തിന് കാരണമാകുന്നു. അപ്പം അവിടെ പറയുകയാണ് ഈ കർമ്മത്തിൽ നിന്നും എന്തുണ്ടാകുന്നു? മഹത്തത്വം ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പം മഹത്തത്വം എന്ന് പറഞ്ഞാല് ഏറ്റവും ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടി നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു തത്വമാണ് മഹത്തത്വം എന്ന് വേണമെങ്കിൽ പറയാം. മഹത്തത്വം എന്നുള്ളത്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം നമുക്ക്. കാലത്തിന്റെ ഫലമായിക്കൊണ്ട് ത്രിഗുണങ്ങളുടെ ആ സങ്കുലിതാവസ്ഥ, അല്ലെങ്കിൽ സങ്കുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നും ഒരേപോലെ നിന്നത് പലതും പല അളവുകളിലായിട്ട് മാറ്റം വന്നു അവിടെ. അതാണ് ആ സങ്കുലിതാവസ്ഥയ്ക്ക് ക്ഷോഭം സംഭവിക്കുന്നു. അതിന് കാരണമായിക്കൊണ്ട് സ്വഭാവം കാരണമായിക്കൊണ്ട് ഒന്ന് മറ്റൊന്നായിട്ട് പരിണമിക്കുന്നു. ഒന്ന് മറ്റൊരു ഇതായിട്ട് വൈവിധ്യമാർന്നതായിട്ട് ഉള്ള ഒരേ ഒരു വസ്തു തന്നെ മറ്റൊന്നായിട്ട് പരിണമിക്കുകയാണ് അവിടെ. അങ്ങനെ വരുമ്പോൾ എന്തായി? അങ്ങനെ പരിണമിച്ചപ്പോൾ ആ പരിണമിക്കുന്നതിന്റെ ആ ചലനത്തിൽ അല്ലെങ്കിൽ ആ കർമ്മത്തിൽ നിന്നും മഹത്തത്വം അവിടുന്ന് ഉത്ഭവിക്കുകയും ചെയ്തു എന്ന് പറയണം. മഹത്തത്വം എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ ഒരു മായയെ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ മഹത്തത്വം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 23-ാമത്തെ ശ്ലോകം നോക്കാം. സാഖ്യമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ അത് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഇനി അടുത്തത് പറഞ്ഞ് 23-ാമത്തെ ശ്ലോകം നോക്കാം. മഹതസ്തു
വികുർവാണാൽ രജസത്വോപബൃംഹിതാൽ തമഃ പ്രധാനസ്ത്വഭവൽ ദ്രവ്യജ്ഞാനക്രിയാത്മക. മഹതസ്തു വികുർവാണാൽ രജസത്വോപബൃംഹിതാൽ തമഃ പ്രധാനസ്ത്വഭവൽ ദ്രവ്യജ്ഞാനക്രിയാത്മക. ആ മഹതസ്തു വികുർവാണാത് രജസത്വോപബൃംഹിത. മഹതഃ തു വികുർവാണാൽ രജഃ സത്വഃ അല്ലെങ്കിൽ രജഃ സത്വഃ ഉപബൃംഹിത. ആ ഒരുമിച്ച് പറയാം. രജ സത്വോപബൃംഹിതാൽ ഒറ്റ വാക്കായിട്ടാണ് അത് പറയാം. ഒരുമിച്ചുള്ള വാക്കാണ്, സമസ്ത പദമാണത്. പിന്നെ തമ പ്രധാനം പ്രധാന തമഃ പ്രധാനഃ അവിടെ വിസർഗം. തു അഭവൽ ദ്രവ്യജ്ഞാന ക്രിയാത്മക. ഇതാണ് അതിന്റെ പദം വരുന്നത്. ഇനി അതിന്റെ അന്വയം നോക്കാം. രജസത്വോപബൃംഹിതാൽ വികുർവാണാൽ മഹതഃ തു ദ്രവ്യജ്ഞാന ക്രിയാത്മക തമപ്രധാനഃ തു അഭവൽ. അപ്പം രജസത്വോപബൃംഹിതാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രജസ്, സത്വം സാത്വികം, രാജസം അതുപോലെ സാത്വികം എന്നിവയുടെ ഉപബൃംഹതാൽ എന്നിവയുടെ സ്വാധീനത്താൽ വികുർവാണാൽ മഹതഃ തു അവിടെ അതിന്റെ ഈ രജോ ഗുണത്തിന്റെയും അല്ലെങ്കിൽ രാജസത്തിന്റെയും സാത്വികത്തിന്റെയും സ്വാധീനത്തെ കൊണ്ട് അവിടെ വികാരം സംഭവിച്ചു എന്ന് പറയുന്നത്. വികുർവാണാൽ വികാരം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയാണ്. അപ്പം ആ മാറ്റങ്ങളിൽ നിന്നും എന്താണ്? മഹതഃ തു ദ്രവ്യജ്ഞാന ക്രിയാത്മക. അപ്പം ആ വികാരം സംഭവിച്ചതായിട്ടുള്ള മഹത്തത്വത്തിൽ നിന്നും ദ്രവ്യം ജ്ഞാനം ക്രിയ എന്നിവയുടെ സ്വരൂപമായിട്ടും പിന്നെയോ തമോ ഗുണത്തിൽ നിന്നും പ്രധാനഃ തു അവിടെ ആ തമോ ഗുണപ്രധാനമായിട്ടുള്ള വേറൊരു തത്വവും കൂടി അവിടെ ആവിർഭവിച്ചു. അതിനാണ് പറയുന്നത് അഹങ്കാരം എന്ന് പറയുന്നത്. ആ മഹത്തത്വത്തിൽ നിന്നും മഹത്തത്വത്തിൽ നിന്നും 3 രീതിയിലായിട്ടുള്ള, അതായത് ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്ന് 3 തരത്തിലുള്ള സ്വരൂപം അത് 3 തരത്തിലായിട്ട് മാറുകയും പിന്നെയോ തമോ ഗുണത്തിൽ നിന്നും എന്താണ് അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അഹങ്കാരവും അവിടെ ആവിർഭവിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ എന്താണ്? കർമ്മത്തിൽ നിന്നും നമ്മൾ പറഞ്ഞു നേരത്തെ മഹത്തത്വം ഉത്ഭവിക്കുക എന്ന് പറഞ്ഞു. മഹത്തത്വം എന്നുള്ളത് നമ്മൾ പറയുന്നത് എന്താ? വേറൊന്നുമല്ല, ഒരു സൃഷ്ടിക്ക് കാരണമായ ആ കർമ്മത്തിന് അടിസ്ഥാനമായിട്ടുള്ള അടുത്ത ജന്മം അല്ലെങ്കിൽ അടുത്ത സൃഷ്ടി, അതിനുള്ള പ്രധാന കാരണമാണ് ഈ മഹത്തത്വം എന്ന് വേണേൽ പറയാം. ആ മഹത്തത്വം പിന്നെയോ എന്നിട്ട് ആ മഹത്വത്തിൽ നിന്നാണ് പിന്നീട് അഹങ്കാരം എന്നുള്ളത് ഉണ്ടാകുന്നത്. അഹങ്കാരം എന്നുള്ളത് എന്താണ് ശരിക്ക്? അഹങ്കാരം എന്നുള്ളത് വേറൊന്നുമല്ല, അഹം എന്നുള്ളത് ആ ജീവനെ എന്താണ് മായയോടുകൂടി ചേർന്നിരിക്കുമ്പോഴാണ് അത് അഹങ്കാരം എന്നുള്ള ഒരു അവസ്ഥ. അല്ലെങ്കിൽ ഈ അതാണ് മഹത്തത്വം എന്ന് പറയുന്നത്. വേണമെങ്കിൽ ജീവൻ എന്നോ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ ജീവനെ മായ ബാധിക്കുമ്പോഴേക്കും എന്താണ്? ആ മഹത്തത്വത്തിൽ നിന്നും അഹങ്കാരം ഉണ്ടായി. ഞാനാണ് എന്നുള്ളൊരു ബോധത്തില് ഈ ശരീരം ഞാനാണെന്നുള്ളൊരു ബോധം എന്നുള്ളൊരു അവസ്ഥ തന്നെ അഹങ്കാരം എന്നുള്ളത്. അപ്പം അഹങ്കാരം ഉണ്ടായി. അതിന് കാരണം എന്താണ് ശരിക്ക്? അതിന് കാരണം ഈ രജോ ഗുണത്തിന്റെയും സത്വ ഗുണത്തിന്റെയും ഒക്കെ ആധിക്യം ഹേതുവായിക്കൊണ്ടാണ് അവിടെ പരിണാമങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പം ആ പരിണാമം എങ്ങനെയായിരുന്നു? അത് ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്നുള്ള രീതിയിൽ ആണ് അവിടെ ആ പരിണാമങ്ങൾ ഉണ്ടായത്. അല്ലെങ്കിൽ ആ രീതിയിൽ ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്നുള്ള രീതിയിലാണ് ആ വസ്തു വേറെ വേറെ ആയത്. ഇങ്ങനെ ഈ ഒരു 3 തരത്തില് ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്നിവയാണ് യഥാർത്ഥത്തില് നമ്മളിപ്പോ പറഞ്ഞ മഹത്തത്വത്തിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള അഹങ്കാരം എന്ന് പറയുന്നത്.
ആ അഹങ്കാരം 3 തരത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള തമോ ഗുണ പ്രധാനമാണ് ഈ അഹങ്കാരം. ആ അഹങ്കാരം പിന്നീട് എന്താണ്, അത് വികാരത്തെ പ്രാപിച്ചപ്പോൾ ഇനി പറയുകയാണ് അടുത്ത, സോഹംകാര ഇതി പ്രോക്തോ വികുർവൻ സമഭൂൽ ത്രിധാ വൈകാരികസ്തൈജസശ്ച താമസശ്ചേതി യൽഭിദാ ദ്രവ്യശക്തി ക്രിയാശക്തിർ ജ്ഞാനശക്തിരിതി പ്രഭോ. അപ്പം അവിടെ പറയാണ്, സോഹംകാര ഇതി പ്രോക്തോ വികുർവൻ സമഭൂൽ ത്രിധ വൈകാരിക സ്ഥൈജസശ്ച താമസശ്ചേതി യൽഭിദാ ദ്രവ്യശക്തി ക്രിയാശക്തി ജ്ഞാനശക്തിരിതി പ്രഭോ. ഇനി ഈ സഹ അഹങ്കാര, ഇതിന്റെ പദം നോക്കാം. സഹ അഹങ്കാര, അഹങ്കാരഃ ഇതി പ്രോക്തഃ വികുർവൻ സമഭൂൽ ത്രിധാ വൈകാരികഃ തൈജസഃ താമസഃ ച ഇതി താമസശ്ചേതി താമസഃ ച ഇതി യൽഭിദാ ദ്രവ്യശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ഇതി പ്രഭോ. ഇനി അതിന്റെ അന്വയം കൂടി നോക്കാം നമുക്ക്. പ്രഭോ, ഹേ പ്രഭുവായിട്ടുള്ളവനെ. അഹങ്കാരഃ ഇതി സഹ അല്ല പ്രോക്തഃ സഹ വികുർവൻ വൈകാരികഃ തൈജസഃ ച യൽഭിദാ ദ്രവ്യശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ഇതി. അതാണ് പ്രഭോ, ഹേ അല്ലയോ പ്രഭുവായിട്ടുള്ളവനെ. അഹങ്കാരഃ, ഈ പറഞ്ഞതായിട്ടുള്ള ഈ അഹങ്കാരം എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള ആരാണോ അയാള്, അല്ലെങ്കിൽ എന്താണോ ഒരു ജീവനെ 3 ഗുണങ്ങളോട് കൂടിയിട്ട് പൊതിഞ്ഞ് ഇരിക്കുന്ന ആ സാധനമാണ് അഹങ്കാരം എന്ന് പറഞ്ഞു അല്ലെ. ഇനി മഹത്തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മഹത്തത്വം എന്ന് പറഞ്ഞാല് ഒരു സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ആ ജീവന്റെ ഭാവം അതിനെ മായയോടുകൂടി ചേരുമ്പോഴത്തേക്കും ആ മഹത്തത്വം, അതാണ് ഒന്ന് വേണമെന്ന് തീരുമാനിച്ച് ആവിർഭവിക്കുന്നതാണ് ആദ്യത്തെ മഹത്തത്വം എന്ന് പറയുന്നത്. ആ മഹത്തത്വത്തിനോട് ഈ മായാശക്തി അങ്ങോട്ട് ചേരുമ്പോഴേക്കും അത് അഹങ്കാരമായി. അപ്പം മഹത്തത്വത്തിൽ നിന്നാണ് അഹങ്കാരം ഉടലെടുത്തതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അഹങ്കാരം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഈ 3 ഗുണങ്ങളോട് കൂടി ചേർന്നതായിട്ടുള്ള ജീവന്റെ നിലനിൽപ്പാണ് അഹങ്കാരം. ഇനി ഈ അഹങ്കാരം, ഈ സോഹംകാരി ഇതി പ്രോക്തോ വികുർവൻ സമഭൂൽ ത്രിധ, അവിടെ ഈ അഹങ്കാരം എന്നത് അവിടെ പ്രോക്തഹ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയപ്പെടുന്ന, ആ പറയപ്പെടുന്നതായിട്ടുള്ള സഹ അഹങ്കാര. സഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എന്നാണ് പറയാ. അപ്പം ശരിക്ക് ഈ ജീവനോടുകൂടി മായയോടുകൂടി ചേർന്നിരിക്കുന്ന അവൻ എന്ന് വേണേൽ പറയാം. അപ്പൊ അത് വികുർവൻ വൈകാരിക, അതിന് രൂപാന്തരം പ്രാപിക്കുന്നു. എങ്ങനെയാണ് രൂപാന്തരം പ്രാപിക്കുക? ഈ ഗുണങ്ങൾക്ക് അനുസരിച്ച് രൂപാന്തരം നേരത്തെ പറഞ്ഞു പ്രാപിക്കുന്നു. അങ്ങനെ രൂപാന്തരം പ്രാപിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? സമഭൂൽ ത്രിധ, അവിടെ സമഭൂൽ ത്രിധ, അതായത് 3 പ്രകാരത്തിലായിക്കൊണ്ട് അതിന് എന്താണ്? രൂപാന്തരം പ്രാപിച്ച് അതിനെ 3 തരത്തിലുള്ള പേരുകളിലൂടെയാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? സാത്വികം, രാജസം, തൈജസം. സാത്വികം, രാജസം, തൈജസം. അപ്പം അവിടെ പറഞ്ഞു വൈകാരിക തൈജസശ്ച താമസശ്ചേതിയൽ ഭിദ. വൈകാരികം അല്ലെങ്കിൽ സാത്വികം എന്നുള്ളൊരു പേര്. പിന്നെയോ രണ്ടാമത്തെ ഏതാണ്? രണ്ടാമത്തേത് താമസശ്ചേതി യൽഭിത. ഇനി ആദ്യത്തേത് വൈകാരികം, അതിനെ സാത്വികം എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത്തേത് തൈജസം അല്ലെങ്കിൽ തൈജസൻ എന്നുള്ളതിന് രാജസം എന്ന പേര് വേണമെങ്കിൽ പറയാം. പിന്നെയോ മൂന്നാമത്തേത് താമസം, അതിന് പ്രത്യേകിച്ച് വേറൊരു പേരില്ല, താമസം എന്നാണ് മൂന്നാമത്തേത്. താമസഹ ച. ഇങ്ങനെ 3 തരത്തില് 3 വിധത്തിലൂടെ എന്താണ് 3 പ്രകാരത്തിലൂടെ ഇതിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഈ 3 തരത്തിലുള്ള ഭിത എന്ന് പറയുന്നത് ആ യാതൊന്നിന്റെ
ഭേദമാണ് എന്ന് പറയാം. ഇതിനൊക്കെ എന്താണ് വേറൊരു പേരിലും കൂടി അറിയപ്പെടും. എന്താണ്? ദ്രവ്യശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി ഇതി. ഇങ്ങനെ ദ്രവ്യശക്തി എന്നും ക്രിയാശക്തി എന്നും ജ്ഞാനശക്തി എന്നും അതിനെ അറിയപ്പെടുന്നു. അപ്പം എന്താണ്? സാത്വിക ഈ അഹങ്കാരം തന്നെ മൂന്നായിട്ട് വിഭജിച്ചു എന്ന് പറയാം. അഹങ്കാരം മൂന്നായിട്ട് വിഭജിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? അത് സാത്വിക അഹങ്കാരമാകാം, തൈജസാഹങ്കാരമാകാം, രാജസാഹങ്കാരമാകാം, അല്ലെങ്കിൽ രാജസാഹങ്കാരമാകാം, തൈജസാഹങ്കാരമാകാം. ഇനി ഇതിനെ, ഈ സാത്വിക അഹങ്കാരത്തെ വൈകാരികം എന്ന് വിളിക്കാം. അല്ല എങ്കിൽ പിന്നെന്താണ്? അവിടെ സാത്വികം, വൈകാരികം അല്ലെങ്കിൽ സാത്വികം എന്ന് പറയാം. അല്ല എങ്കിൽ ജ്ഞാനശക്തി എന്ന് പറയാം. ജ്ഞാനശക്തി, അതും അതിന്റെ പേരാണ്. പിന്നെയോ രാജസമാണെങ്കിലോ, രാജസാഹങ്കാരത്തിന് എന്താ പറയുന്നത്? രാജസാഹങ്കാരത്തിനെ രാജസം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ തൈജസൻ എന്ന് വിളിക്കാം. തൈജസം എന്ന് പറയാം. പിന്നെയോ ഇനി അതും അല്ലെങ്കിൽ ക്രിയാശക്തി എന്ന് പറയാം. ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഇതുമായിട്ട് ബന്ധമുണ്ട്, അത് ഞാൻ ഇത് കഴിഞ്ഞാൽ പറയാം. ഇനിയോ മൂന്നാമത്തെ എന്താണ്? താമസാഹങ്കാരം. ആ താമസാഹങ്കാരത്തെ താമസം എന്ന് പറയാം, അല്ലെങ്കിലോ ദ്രവ്യശക്തി എന്ന് പറയാം. ദ്രവ്യശക്തി, ഇതാണ് മൂന്നെണ്ണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ഇതിനു മുമ്പ് എന്താണ് ഇന്ദ്രിയങ്ങള് അല്ലെ, സാത്വിക ഗുണങ്ങളിൽ നിന്നും ദേവതകൾ ഉണ്ടായി എന്നും, അല്ലെ രാജസ ഗുണങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങൾ ഉണ്ടായി എന്നും, താമസ ഗുണങ്ങളിൽ നിന്ന് താമസത്തിൽ നിന്ന് ഉണ്ടായത് എന്തായിരുന്നു? അവിടെ ആ നേരത്തെ നമ്മൾ ഓരോന്നിൽ നിന്നും ഓരോന്നായിട്ട് വന്നു എന്ന് പറയുന്നിടത്ത് നമ്മൾ അവിടെ ആ ഇത് പറഞ്ഞിരുന്നു. പഞ്ചഭൂതങ്ങൾ അല്ലേ? അതെ, പഞ്ചഭൂതങ്ങൾ ഉണ്ടായിരുന്നു. അതെ, പഞ്ചഭൂതങ്ങൾ. അപ്പം ശരി, അപ്പൊ എന്താണ്? ദ്രവ്യമാണത് അല്ലെ, ദ്രവ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ആദ്യം വൈകാരികം, തൈജസം, താമസം. ഇതാണ് 3 സെക്ഷൻ. ഈ വൈകാരികത്തിനെ സാത്വികം എന്ന് പറയുന്നു, പിന്നെ തൈജസിനെ രാജസം എന്ന് പറയുന്നു, താമസം തന്നെ. പിന്നെയോ ഇനി ഇതിനെ തന്നെ വേറൊരു രീതി പറഞ്ഞ ജ്ഞാനശക്തി, പിന്നെ എന്താണ്? ക്രിയാശക്തി, ദ്രവ്യശക്തി. അപ്പം ആദ്യത്തെ സാത്വികത്തിൽ നിന്നും നമുക്ക് ദേവതകൾ ഉണ്ടായി എന്ന് പറഞ്ഞു. ദേവതകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം, അറിവാണ് ആദ്യം ഉണ്ടാകുന്നത് അല്ലെ. ആ അറിവിനനുസരിച്ച് അത് എന്താണ്? കർമ്മവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് രാജസം എന്നുള്ളത്. അതുകൊണ്ടാണ് ക്രിയാശക്തി അവിടെ ഉണ്ടായത്. എന്താണ് രജോ ഗുണത്തിൽ നിന്നുണ്ടായത്? ഇന്ദ്രിയങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും കർമ്മത്തിന് കാരണമായിട്ടുള്ളതാണ് അല്ലെ. ഈ എന്താണ് ഇന്ദ്രിയങ്ങള്? എന്തിനാണ് ശരിക്കും ഇന്ദ്രിയങ്ങള്? നമ്മളുടെ ചലനങ്ങൾക്കനുസരിച്ച് അല്ലെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഓരോ ഘടകങ്ങളാണ് ഈ ദശേന്ദ്രിയങ്ങൾ മുഴുവൻ അല്ലെ. മനസ്സും ദശേന്ദ്രിയങ്ങളുമാണ് കർമ്മത്തിന് അധിഷ്ഠാനമായിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് അവിടെ രജോ ഗുണത്തിന് ആധിക്യം വരുമ്പോൾ, അല്ലെങ്കിൽ രാജസാഹങ്കാരം എന്ന് വേണേൽ പറയാം. രാജസാഹങ്കാരം എന്നുള്ളത് എന്താണ് ശരിക്ക്? അത് ക്രിയാശക്തിയാണ് എന്ന് പറയും. പിന്നെ താമസാഹങ്കാരം, ആ താമസാഹങ്കാരം ദ്രവ്യശക്തി എന്ന് പറയുന്നു. എന്താണ് അവിടെ പറഞ്ഞില്ലേ? ഭൂതങ്ങള്, പഞ്ചഭൂതങ്ങള് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ഇത് 3 രീതിയിൽ ഈ അഹങ്കാരത്തെ ഈ അഹങ്കാരത്തെ 3 രീതിയിൽ അവിടെ വേർതിരിച്ചു. അപ്പം തമോ ഗുണത്തിന് പിന്നെ അഹങ്കാരം വികാരത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? ഒന്നുമില്ല, മാറ്റം സംഭവിക്കുക എന്നുള്ളൂ. വികാരത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാല് മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പം മാറ്റത്തെ പ്രാപിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ എന്താ പറയുക, ബോധോദയം ഉണ്ടായി എന്നൊക്കെ പറയല്ലേ. ബോധോദയം ഉണ്ടാകുമ്പോൾ എന്ന് വേണമെങ്കിൽ അവിടെ പറയാം. അപ്പൊ അതിന് വീണ്ടും 3 പ്രകാരഭേദങ്ങൾ ഉണ്ടാകുകയാണ്. ഈ അഹങ്കാരത്തിന് 3 പ്രകാരഭേദങ്ങൾ. മറ്റത് അങ്ങനെയല്ല, ഒരേപോലെ നിൽക്കുകയാണ് ശരിക്ക്. അവിടെ ഒന്നും മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തായി? മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈശ്വരൻ തന്നെ. അതാ ഞാൻ പറയുന്നത്, മാറ്റങ്ങൾക്ക് അടിസ്ഥാനം മായയാണ്, മായയ്ക്ക് അടിസ്ഥാനം ത്രിഗുണങ്ങളാണ്, ത്രിഗുണങ്ങൾക്ക് അടിസ്ഥാനം എന്തൊക്കെയാണ്? കർമ്മം, കാലം, സ്വഭാവം. ഇത് എളുപ്പമല്ല ഇത് ഒന്ന് ഹൃദിസ്ഥമാക്കാൻ അല്ലെ. അപ്പൊ ഇതിങ്ങനെ കണക്ട് ചെയ്ത് മനസ്സിലായാൽ മതി. അപ്പൊ മായയ്ക്കനുസരിച്ച്, മായയ്ക്ക് കാരണം കാലകർമ്മ സ്വഭാവം, കാലകർമ്മ സ്വഭാവങ്ങൾക്ക് കാരണം എന്താണ്? ഈ പറഞ്ഞതായിട്ടുള്ള ത്രിഗുണങ്ങൾ. അവിടെ ദ്രവ്യം, ജ്ഞാനം, ക്രിയ.
എന്നുള്ള 3 രീതിയിൽ അതിനെ മാറ്റം വരുത്തുന്നു. അപ്പം ഇങ്ങനെയുള്ള അപ്പൊ എന്തായി ഇതിന് ഈ ഈ ഈ അഹങ്കാരത്തിന് എന്താണ് മായയാൽ ഒരു ചലനം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായത് അഹങ്കാരം 3ആയിട്ട് മാറി എന്ന് പറയാണ്. എങ്ങനെ 3ആയിട്ട് മാറുന്നെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, നമ്മളുടെ ഗുണങ്ങൾക്ക് 3നും 3 തരത്തില് സത്വഗുണം കൂടി നിൽക്കുന്ന സമയം, രജോ ഗുണം കൂടി നിൽക്കുന്ന സമയം, തമോ ഗുണം കൂടി നിൽക്കുന്ന സമയം, അങ്ങനെ പറയാം. ഇനി അത് തന്നെയല്ല, ഇനി സാത്വിക അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും സത്വഗുണം മാത്രമാണ്. അങ്ങനെയല്ല. സത്വഗുണത്തിനാണ് അവിടെ ഏറ്റവും കൂടുതൽ അല്ലെ. 3ൽ എന്താണ് 2 ഭാഗവും, അല്ലെങ്കിൽ അതെ 3ൽ 2 ഭാഗവും അവിടെ സത്വഗുണമായിരിക്കും. 3ൽ 1 ഭാഗം രജോ ഗുണവും, 3ൽ 1 ഭാഗം തമോ ഗുണമായിരിക്കും. അപ്പൊ സത്വഗുണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് സാത്വിക അഹങ്കാരം എന്ന് അവിടെ പറയുന്നത്. അപ്പൊ ഈ സാത്വിക അഹങ്കാരം, രാജസാഹങ്കാരം, തൈജസം, രാജസം, ഇങ്ങനെ 3ആയിട്ട് പ്രകാരഭേദങ്ങൾ ഉണ്ടായി. അതിനെ വൈകാരികം, തൈജസം, അതുപോലെ താമസം എന്നിങ്ങനെ. അങ്ങനെ സാത്വികാഹങ്കാരം ജ്ഞാനശക്തിയാണെന്നും, പിന്നെയോ രാജസാഹങ്കാരം അവിടെ ക്രിയാശക്തിയായിട്ടും, പിന്നെ താമസാഹങ്കാരം ദ്രവ്യശക്തി എന്നും ഒക്കെ അവിടെ അറിയപ്പെടുന്നു എന്ന് അവിടെ പറയാണ്. അപ്പം ഈ എന്താണ് അഹങ്കാരം എവിടുന്നാന്ന് വന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് ഈ ഇതിൽ നിന്നാണ് അഹങ്കാരം വന്നത്? തമോ ഗുണപ്രധാനമാണ് അഹങ്കാരം എന്ന്. തമസിൽ നിന്നാണ് അഹങ്കാരം അല്ലെ. ആ അഹങ്കാരം 3 തരത്തിലായിട്ട് മാറുകയാണ്: ദ്രവ്യം, ജ്ഞാനം, ക്രിയ. ഇനി 2 വാദികളുണ്ട്. ഒന്നെന്താണ്, നമ്മളൊക്കെ ശുദ്ധമായിട്ടുള്ള സനാതന ധർമ്മത്തിൽ, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ അങ്ങോട്ട് ആദ്യം ഉറപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? ഉള്ളതിൽ നിന്നും എന്താണ് ഇതെല്ലാം ഉണ്ടാകുന്നു. ഈ അഹങ്കാരം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മഹത്തത്വം ഉണ്ടാകുന്നു. ഉള്ളതിൽ നിന്ന് അഹങ്കാരം ഉണ്ടാകുന്നു വെച്ചാൽ ഭഗവാന്റെ തന്നെ അനന്യ ശക്തിയാണെന്ന് പറയുന്നത്. അതിന് പറയുന്നതാണ് സത്കാര്യവാദികൾ എന്ന് പറയും. സത്തിൽ നിന്നും ഉണ്ടായതാണ് ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. എന്നാൽ ബുദ്ധമതപ്രകാരമായിട്ടുള്ള ആൾക്കാര്, ബൗദ്ധന്മാരൊക്കെ എന്താണ്, അവരൊക്കെ എന്താണ്, ശൂന്യതയിൽ നിന്നുമാണ് ഇത് ഉണ്ടാകുന്നത്. അതിന് അസത്കാര്യവാദികൾ എന്ന് പറയും. അപ്പൊ നമ്മളൊക്കെ നമ്മളുടെ ഈ ജ്ഞാന ദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താണ്, അത് സത്കാര്യവാദികളുടെ രീതിയാണ് അവിടെ. അപ്പം ഇങ്ങനെ 3 ഇത്. അപ്പം പിന്നെ അവിടെ നിന്ന് പിന്നെ പഞ്ചീകരണം എന്നുള്ള ആ ഭൂതങ്ങളുടെ മാറ്റത്തിനനുസരിച്ചുള്ള ഇതൊക്കെയാണ് 25ാമത്തെ ശ്ലോകം മുതൽ. അത് നമുക്ക് നാളെ അനുസ്മരിക്കാം. അത് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ആകാശവും ശബ്ദമുണ്ടായി എന്നും, ശബ്ദം സ്പർശത്തോട് കൂടിയിട്ട് വായു ഉണ്ടായി എന്നും, പിന്നെ ആ 2 ഗുണങ്ങളോടും കൂടിക്കൊണ്ട് തേജസ് ഉണ്ടായി എന്നും, ആ 3 ഗുണങ്ങളോടും കൂടിക്കൊണ്ട് ഉണ്ടായി എന്നും, പിന്നെ ആ 4 ഗുണങ്ങളോടും കൂടി പൃഥ്വി ഉണ്ടായി എന്നും, അങ്ങനെ ആ പഞ്ചീകരണ അല്ലെങ്കിൽ ഈ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളൊക്കെയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ വരുന്നത്. അത് നമുക്ക് അല്ലെ, ഇന്നത്തെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? കാലം, കർമ്മം, സ്വഭാവം, ഇത് ഭഗവാന്റെ തന്നെ മായയെ സ്വീകരിച്ചുകൊണ്ട്, അത് ഭഗവാൻ തന്നെ ആ മായയെ സ്വീകരിച്ച് സ്വയമേവ യദൃച്ഛയാ തന്നില് അല്ലെ വൈവിധ്യമാർന്നതായിട്ടുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ തൻ്റെ ആ ചൈതന്യത്തെ എന്താണ് സ്വയം ഒരു മായയെ ബന്ധിപ്പിച്ചപ്പോഴേക്കും അതിന് മാറ്റങ്ങൾ വന്നു. എങ്ങനെയാ മാറ്റങ്ങൾ വന്ന? കാലം, കർമ്മം, സ്വഭാവം. അതാണ് ആദ്യത്തെ ശ്ലോകം. പിന്നീട് പറഞ്ഞത് കാലത്തിൽ നിന്നും ഗുണങ്ങൾക്ക് ശോഭമുണ്ടായി. ഇനി എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വന്നതെന്നുള്ളതാണ്. കാലാൽ ഗുണവ്യതികര പരിണാമ സ്വഭാവത്തിൽ നിന്നും മാറ്റങ്ങൾക്ക് കാരണമുണ്ടായി. ഗുണങ്ങള് എന്താണ്, സാത്വികഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതൊക്കെ ഒരേപോലെയാണ് ആദ്യം ഇരിക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ കുറച്ചു നാളത്തേക്ക് ഇങ്ങനെ ഒരു ഡ്യൂറേഷൻ വരുമ്പോഴത്തേക്കും ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ വരുന്നു. ഈ ഏറ്റക്കുറച്ചിലുകൾ ചലനങ്ങൾക്ക് കാരണമാകുന്നു, കർമ്മത്തിന് കാരണമാകുന്നു. ഈ കർമ്മം സ്വഭാവത്തിന്റെ മാറ്റത്തിന്, അല്ലെങ്കിൽ അതിന്റെ ഭാവത്തിന് മാറ്റമാകുന്നു. മനസ്സിലായില്ലേ? അപ്പം ഭഗവാന്റെ ചൈതന്യം മായയോട് ചേർന്നിരിക്കുമ്പോൾ മായയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ്
യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന വികാരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ വികാര വിചാര ഭേദങ്ങളൊക്കെ അവിടെയാണ്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നുള്ള ഒരു അവസ്ഥ ഇതൊന്നും ബാധിക്കുന്നില്ല ശരിക്കും. ഈ പുറമേയുള്ള മായയാണ് ഇതെല്ലാം വേർതിരിച്ചു വിടുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ആ രീതിയിലേക്കൊന്നും പോകണ്ട. എന്തായാലും ഇതാണ് അവിടെ. അപ്പം സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുന്നു, പരിണാമം സിദ്ധിക്കുന്നു. അതിന് കാരണം കർമ്മത്തിന്റെ ഈ കർമ്മത്തിൽ നിന്നും എന്തുണ്ടാകുന്നു? കർമ്മത്തിൽ നിന്നും ഈ ജീവന് എന്താണോ ഇവിടുത്തെ തത്വം എന്നുള്ളത്, ആ ഒരു മഹത് തത്വം അവിടെ സൃഷ്ടിക്കുന്നു. അതാണ് പറഞ്ഞത്. ഈ കർമ്മമാണ് യഥാർത്ഥത്തിൽ അടുത്ത ജന്മം എങ്ങനെ വേണമെന്നും ഏത് ഇതിൽ ജനിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് കർമ്മമാണ്. അപ്പം ഈ കർമ്മം എന്നുള്ളത്, ഈ കർമ്മത്തിൽ നിന്നാണ് മഹത്തത്വം എന്നുള്ളത് ഉണ്ടാകുന്നത്. ഈ മഹത്തത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? മഹത്തത്വം എന്ന് പറഞ്ഞാല് ഞാൻ പറയുന്നത് ഈ ചൈതന്യത്തിനോട്, ആ മായയോട് ചേർന്ന് ഇരിക്കുന്ന സംഭവം അങ്ങ് സൃഷ്ടിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അതങ്ങോട്ട് ആവിർഭവിക്കുന്നതിനെയാണ് ഈ മഹത്തത്വം എന്ന് പറയുന്നത്. ആ ഒരു മഹത്തത്വം എന്നുള്ളതാണ്. അതിനാണ് പിന്നീട് എന്താ ഉണ്ടാകുന്നത്? മൂന്നവസ്ഥകള്: ഉൽപ്പത്തി, സ്ഥിതി, ലയം ഉണ്ടാവുന്നത്. ഓക്കെ, ആ മഹത്തത്വം. കാരണം ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഒന്ന് കുറച്ച് നിങ്ങളൊന്ന് അതിനെ സ്വയം അതിനെ ഏതെങ്കിലും രീതിയിൽ അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക, അത്രേ പറ്റുള്ളൂ. പിന്നെ ഈ പിന്നെയാണ് പറയുന്നത് മഹതസ്തു വികുർവാണാൽ രജസത്വോപബ്രംഹിത തമപ്രധാനസ്തു അഭവൽ ദ്രവ്യജ്ഞാന ക്രിയാത്മക. പിന്നെ ഈ മഹത്തത്വത്തിന് വികാരം സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദ്രവ്യം അല്ലെങ്കിൽ ഈ ഭഗവാന്റെ ചൈതന്യം മായയോട് ചേർന്നിരിക്കുന്ന അതിന് വികാരം സംഭവിക്കുമ്പോഴേക്കും അതിൽ നിന്നും എന്തുണ്ടാകുന്നു? തമോ ഗുണത്തിൽ നിന്നും പ്രധാനമായിട്ടുള്ള അഹങ്കാരം ഉണ്ടാകുന്നു എന്നവിടെ പറയുന്നു. അതെങ്ങനെ? മൂന്ന് തരത്തിലുള്ള രാജസം, സാത്വികം എന്നിവയുടെ ആ രജോ ഗുണത്തിന്റെയും സാത്വിക ഗുണത്തിന്റെയും സ്വാധീനത്താലാണ് വികാരം സംഭവിക്കുന്നത്. അങ്ങനെ വികാരം സംഭവിച്ചതായിട്ടുള്ള ഈ മഹത്തത്വത്തിൽ നിന്നും എന്തൊക്കെയാണ്? മൂന്ന് രീതിയിൽ ദ്രവ്യ ജ്ഞാന ക്രിയ, അല്ലെ? നമ്മൾ പറഞ്ഞു അഹങ്കാരത്തിന് മൂന്ന് തരത്തിൽ ഇതിനെ പറയാൻ പറ്റും. ദ്രവ്യത്തിന്റെ മാറ്റങ്ങളെ കൊണ്ടും കർമ്മത്തിന്റെ മാറ്റങ്ങളെ കൊണ്ടും ജ്ഞാനത്തിന്റെ മാറ്റങ്ങളെ കൊണ്ടുമൊക്കെയാണ് ത്രിഗുണങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. ആ ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ എന്തിനെ വിഭജിക്കുന്നു? ഈ മഹത്തത്വം മായയോട് ചേർന്നിരിക്കുന്ന ആ അഹങ്കാരം, അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. ആ ശരീരം ജീവനോട് ചേർന്ന് അല്ലെങ്കിൽ ചൈതന്യത്തിനോട് ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതാണ് അഹങ്കാരം. ഈ അഹങ്കാരം മൂന്നായിട്ട് വേർതിരിച്ചു: ദ്രവ്യ ജ്ഞാന ക്രിയ. അതൊക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആ ദ്രവ്യജ്ഞാന ക്രിയ എന്നുള്ളത് സാത്വിക, രാജസ, താമസങ്ങളാണ്. അതിനെ വൈകാരികമെന്നും തൈജസമെന്നും താമസമെന്നും ദ്രവ്യശക്തി എന്താണ് ജ്ഞാനശക്തി എന്നും, വൈകാരികത്തിന് ജ്ഞാനശക്തി എന്നും, തൈജസത്തിനെ ക്രിയാശക്തി എന്നും, പിന്നെ അവസാനത്തെ ദ്രവ്യശക്തി എന്നും പറയുന്നു. താമസത്തിനെ ദ്രവ്യശക്തി എന്നും അവിടെ പറയുന്നു. ഇങ്ങനെ മൂന്നായിട്ട് അവിടെ മൂന്നായിട്ട് തരംതിരിച്ചു എന്ന് അറിയപ്പെടുന്നു. ഇവിടം വരെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിച്ചത്. അത് നമ്മൾ ഭഗവാന്റെ പാദങ്ങളിൽ പതിവ് പോലെ നമുക്ക് സമർപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.
സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി.